ഈ വീഡിയോ നിങ്ങൾ നോട്ട് ചെയ്താൽ ഉപകാരപ്പെടും. ദുബായിലേക്ക് വിസിറ്റിംഗ് വിസയിൽ ജോലി ആവശ്യത്തിന് വേണ്ടി വരാൻ ഉദ്ദേശിച്ചവർക്കുള്ള വീഡിയോ ആണിത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലി റിലേറ്റീവ്സ് ആരെയും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തു. ദുബായിലേക്ക് വരുന്നതിന് മുന്നേ ഒരു മാസത്തെ എക്സ്പെൻസ് നിങ്ങൾ നല്ലോണം അറിഞ്ഞിരിക്കണം. ദുബായിൽ നോർമലി ഒരു ബെഡ് സ്പേസിന് കൊടുക്കേണ്ടത് 500 to 800 വരെയാണ്. അത്യാവശ്യം നല്ലൊരു ബെഡ് സ്പേസിന് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ 3 നേരം ഭക്ഷണത്തിന് മെസ്സിന് വരുന്നത് 350 to 500 dirhams വരെയാണ്. അത്യാവശ്യം നല്ല മെസ്സിന് കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻസ് മെട്രോ കാർഡ് ഉണ്ട്. മെട്രോ കാർഡിൽ നമുക്ക് അത് ബസ് യൂസ് ചെയ്യാൻ പറ്റും. 350 dirhams ആണ് അൺലിമിറ്റഡ് മെട്രോ കാർഡ്. ഒരു മാസം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാർ വിസിറ്റിങ്ങിന് ഇവിടെ ജോലി അന്വേഷിക്കാൻ വേണ്ടി വന്നിട്ട് 3, 4, 5 മാസം കഴിഞ്ഞിട്ടൊന്നും ജോലിയും കാര്യങ്ങളൊന്നും റെഡി ആവാണ്ട് റൂം റെൻറ്റും പെൻഡിങ് ആയി ഫുഡ് കഴിക്കാനും വകല്ലാണ്ട് ഒരുപാട് ആൾക്കാരുണ്ട്. എൻ്റെ അറിവിൽ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാ അവരെ ജോലിയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ സെറ്റ് ആയതാണ്. അപ്പോൾ എന്താ വെച്ചാൽ സ്വന്തം റിസ്കിൽ വിസിറ്റിംഗ് വിസയിൽ വന്ന് ഇവിടെ പണി അന്വേഷിക്കുക എന്നുള്ള രീതിയിൽ വരുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക. 40,000 അബോ ഇന്ത്യൻ റുപ്പീസ് എന്തായാലും നമുക്ക് ഒരു മാസം വിസിറ്റേഴ്സിന് ചിലവ് വരും. പുറത്ത് പോകേണ്ടി വരും, ജോലി അന്വേഷിക്കേണ്ടി വരും, ട്രാവൽ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഒരു മാസം മിനിമം 100 dirhams എങ്കിലും നമുക്ക് മൊബൈലിൽ റീചാർജ് വരും. അപ്പോൾ എന്താ വെച്ചാൽ മാക്സിമം നാട്ടിൽ നിന്ന് തന്നെ ജോലിയും കാര്യങ്ങളൊക്കെ പക്ക ക്ലിയർ ആയി ഡയറക്റ്റ് ജോലിക്ക് കയറുന്ന രീതിയിൽ വരാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. സ്വന്തം റിസ്കിൽ വരുമ്പോൾ ഇത്ര എമൗണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി. നിങ്ങളുടെ ആരെങ്കിലും വരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തോ, അവർക്ക് ഉപകാരപ്പെടട്ടെ. താങ്ക്